കണ്ടക്ടർക്ക് നേരെയുള്ള യാത്രക്കാരന്റെ അക്രമത്തിൽ കണ്ടക്ടർക്ക് പിന്തുണയുമായി മന്ത്രി ഗണേഷ് കുമാർ. യാത്രക്കാരനെതിരെ കെഎസ്ആർടിസിക്ക് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി മനീഷ്. കഴിഞ്ഞ ദിവസമാണ് കെഎസ്ആർടിസി അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിന് യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തത്. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു യാത്രക്കാരന്റെ അസഭ്യവർഷം. കായംകുളത്ത് നിന്ന് അടൂരിലുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം. അത് നമ്മളെ മിനിയാന്ന് രാത്രിയുള്ള സാറേ, കായംകുളത്ത് നിന്ന് നമ്മളെ ലാസ്റ്റ് ട്രിപ്പാ വണ്ടിയുടെ. ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ പുള്ളി ഞാൻ മറ്റേ കറ്റാന കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു ടിക്കറ്റ് കുറവുണ്ട്, ആ ടിക്കറ്റ് എടുക്കാനുണ്ട് വണ്ടിയില്. നമ്മള് കാൽക്കുലേഷൻ നോക്കിയപ്പോ ഞാൻ ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് ഒത്തിരി ചോദിച്ചിട്ട് ആരും പിന്നെ എല്ലാരും ടിക്കറ്റ് വാങ്ങിച്ചു നോക്കി. പുള്ളിയോട് ചോദിച്ചപ്പോ പുള്ളി ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി ഗണേഷ് കുമാർ സാറിന്റെ പിയുടെ കൊടുത്തു വിടാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ രണ്ടു വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർ കയറി ഇടപെട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളിയുടെ യാത്രക്കാരനെ മർദ്ദിച്ചതിനകത്ത് ഞാൻ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ എന്റെ സീറ്റിൽ പോയിരുന്നിട്ടുള്ള സംഭവമാണ് ആ വീഡിയോയില്. പുള്ളി എന്നെ സത്യം പറയുമായിരുന്നു, വെറുതെ ഒരു പ്രഭാവനം ഇല്ലാതെ. മന്ത്രി കാര്യത്തിൽ ഇടപെട്ടുണ്ട്, ഇങ്ങനെ മനീഷിനെ പിന്തുണ പ്രഖ്യാപിച്ചെന്നാ പറയാം, ശരിയാണോ? അങ്ങനെ വല്ല അറിഞ്ഞോ? അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട്. മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതോ? അതെ. പിന്നെ ഈ കേസ് വല്ലതും കൊടുത്തിരുന്നോ അതോ? പരാതി കൊടുത്തിട്ടുണ്ട്, അടൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പുള്ളിയെ പിന്നെ അവിടെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുക വല്ലതും ചെയ്തോ? പുള്ളി അന്ന് രാത്രി പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുത്തായിരുന്നു, ബസ്സിനകത്ത് തന്നെ. ബസ്സിനകത്ത് കസ്റ്റഡിയിൽ എടുത്ത് വന്നപ്പോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇന്നലെ ഞാൻ പോയി പരാതി കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു. പുള്ളിയുടെ പേരെങ്ങനെ? പുള്ളി എടുത്തായിരുന്നു? ഇവിടെ പേര് ഷിബു എന്നാ പറഞ്ഞതോ. പിന്നെ ഞാൻ ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോവാ കേട്ടോ. അടൂര്. എവിടുത്തെ തന്നെ പുള്ളി? പുള്ളി ഇഞ്ചക്കാട് ഭാഗം കണ്ടോ പറഞ്ഞത്, കൊട്ടാരക്കര കഴിഞ്ഞ് ഇഞ്ചക്കാടുണ്ടല്ലോ അവിടെ. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് സ്റ്റേഷൻ തന്നിട്ടില്ല. മന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞു. മന്ത്രി എന്താണ് പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് നമുക്ക് പിന്നെ നമുക്ക് കേസ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്. വീഡിയോക്കകത്ത് വ്യക്തമാണല്ലോ, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ സാറേ.